ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസണിൽ നടന്ന ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ ലക്ഷ്മിയോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോ ലക്ഷ്മി സ്ട്രോങ് ആയിട്ട് ആൻസർ പറയുന്നുണ്ട്. അത് ലക്ഷ്മി സ്ട്രോങ് ആയിട്ട് ആൻസറിൽ ഉറച്ചിരുന്നു. പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ലാലേട്ടനെ പോലെ ഒരു വ്യക്തിക്ക് വലിയൊരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ എല്ലാവരും തിരിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം ശരിയാണെന്ന് കണ്ടറിയേണ്ടി വരും. ലക്ഷ്മി അത് പറയുന്നത് ഇങ്ങനെയൊന്ന് കേട്ടു നോക്കാം. ആൾക്കാരും ഞാൻ സംസാരിച്ചിരുന്നു. ഇതിന്റെ കാര്യം എനിക്ക് ലാലേട്ടൻ ഇത്രയും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ഇറങ്ങി കഴിഞ്ഞായിരുന്നു. അതും എന്റെ ബർത്ത്ഡേയുടെ ദിവസം ലാലേട്ടൻ ഇറക്കി ഒരു പോസ്റ്ററിന്റെ കമന്റ് പോയി നോക്കൂ എന്ന് എല്ലാവരും പറഞ്ഞു. അതിന് ഇപ്പോഴും നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ ആഫ്റ്റർ പാർട്ടിയാണ് എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റിയത്. ലാലേട്ടനോട് ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് സോറി പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ലാലേട്ടൻ വിലക്ക് വേണ്ട, അത് ഗെയിമിന്റെ പാർട്ട് ഓഫ് ഗെയിം ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിലക്ക് ഇന്ന് ലാലേട്ടൻ പാട്ട് പാടാനൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഒരു പാട്ട് പാടാൻ സത്യത്തിൽ ലാലേട്ടൻ വിലക്കിയതായിരിക്കില്ല. ലാലേട്ടൻ ഈ വക ചീലുകസൊന്നും പിടിക്കാൻ നിൽക്കില്ല. അതാണ് സത്യം. അതേപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 7 വിന്നറെ പ്രഖ്യാപിച്ച സമയത്ത് ലക്ഷ്മി ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അനു വിന്നറാന്ന് പറഞ്ഞപ്പോ ശൈത്യയുടെ മുഖം ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു. ഞാൻ കണ്ടൊരു കാര്യം, അനുവാണ് വിന്നർ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ചാടി മറിഞ്ഞൊന്നുമില്ല, കുറച്ചുപേര് ചാടി മറിഞ്ഞു. ആ ചാടി മറിഞ്ഞവരുടെ മുഖം പോലും ഹാപ്പി ആയിരുന്നില്ല. എന്തായാലും ലക്ഷ്മി എന്താണ് പറഞ്ഞത് നമുക്ക് കേട്ടിട്ട് വരാം. സങ്കടപ്പെട്ടിട്ട് തലക്കൊരു അടി കിട്ടിയ പോലെ കഴിക്കുന്നു ഹരിസ്, അങ്ങനത്തെ ഒരു ഇരിപ്പായിരുന്നു. പക്ഷെ സന്തോഷിപ്പ് ഞാനോ അങ്ങനെ മസ്താനിയോ കുറച്ചുപേര് മാത്രമല്ല, കുറച്ചധികം പേര് അതിനകത്ത് നല്ല രീതിയിൽ മനസ്സിനുള്ളിൽ നിന്ന് സന്തോഷിക്കുന്ന കാര്യമുണ്ടായിരുന്നു. പുറത്തോട്ട് വന്ന ടിപ്സ് ചിലപ്പോൾ കുറവായിരിക്കാം, 1, 2, 3 പേരുടെ കാര്യമായിരിക്കാം കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഫുൾ വീഡിയോ നോക്കി അറിയാം, ചാടി എഴുന്നേറ്റ് നല്ലോണം കൂവി വിളിച്ച് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന സന്തോഷിക്കുന്ന ഉള്ളിൽ നിന്ന് സന്തോഷിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അത് കാണാതെ പോയത് എഡിറ്റ് ചെയ്തത് മാത്രം ഞാനായിരുന്നു. PR വർക്ക് മാത്രമല്ല, PR വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്താ എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സത്യത്തിൽ അക്ബർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അക്ബർ ഒരു പാട്ട് പാടിയ